തങ്ങൾക്ക് എന്തും ചെയ്യാമെന്നും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ പോലും തെരുവ് ഗുണ്ടകളെ പോലെ വെല്ലുവിളിക്കാമെന്നും കരുതി നടക്കുന്ന ചില പ്രത്യേകതരം ആക്ടിവിസ്റ്റ് പാർട്ടികൾക്ക് ഒടുവിൽ പൂട്ട് വീണിരിക്കുകയാണ്. നിയമത്തിന്റെ പരിധികൾ ഉപയോഗിച്ച് നിയമവ്യവസ്ഥയെ തന്നെ കൊഞ്ഞനം കുത്തി കാണിക്കാൻ വളർന്നു വരുന്ന ആ അരാജകത്വ രാഷ്ട്രീയ കൂട്ടായ്മയിലെ രണ്ട് പ്രധാന കീടങ്ങളെയാണ് ഡൽഹി പോലീസ് കഴുത്തിന് പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും കോടതി മുറിയിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്ത ലക്നൗ സർവകലാശാലയിലെ രണ്ട് നിയമ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അഴിയെണ്ണുന്നത്. പ്രഭാൽ പ്രതാപ് സിംഗ്, ഛന്ദർബാൻ എന്നിവരുടെ അഹങ്കാരത്തിനാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള മരുന്ന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 10 സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് KV വിശ്വനാഥൻ, ജസ്റ്റിസ് അലോക് അറാധെ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപിലാണ് നാടകീയമായിട്ടുള്ള ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. സ്വന്തം കേസിൽ വാദിക്കാൻ കോടതിയിലെത്തിയ പ്രഭാൽ പ്രതാപ് സിംഗ് എന്ന വിദ്യാർത്ഥി ഒരു അരാജകവാദിയെ പോലെ കോടതി മുറിയിൽ ആക്രോശിക്കുകയായിരുന്നു. ലക്നൗ ACPക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ സുപ്രീം കോടതിയോട് താൻ ഉത്തരവിടുന്നു എന്ന രീതിയിലായിരുന്നു ഇവന്റെ അട്ടഹാസം. ഇതോടെ ജഡ്ജിമാർ ചോദ്യം ചെയ്തപ്പോഴാണ് കോടതി മുറികളിലും വ്യവസ്ഥിതിയിലും ഇരുട്ടിൽ പെരുകുന്ന ആ പഴയ കോക്രോച്ച് ജനതാ പാർട്ടി ചിന്താഗതി ഇവൻ പുറത്തെടുത്തത്. സാക്ഷാൽ ചീഫ് ജസ്റ്റിസിനെതിരെ അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകൾ വിളിച്ചു പറഞ്ഞ പ്രതി കയ്യിലുണ്ടായിരുന്ന കോടതി രേഖകൾ ജഡ്ജിമാരുടെ നേർക്ക് വലിച്ചെറിയുകയും ചെയ്തു. മുൻപും കോടതികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ ആസൂത്രിതമായി ശ്രമിക്കുന്ന ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കാറുള്ളത്. മുൻപ് സുപ്രീം കോടതി ജസ്റ്റിസ് തന്നെ നിരീക്ഷിച്ചതുപോലെ നീതിന്യായ വ്യവസ്ഥയെ അശുദ്ധമാക്കാൻ ഇരുട്ടിൽ പെരുകുന്ന പാറ്റകളെ പോലെ ചില ശക്തികൾ കടന്നുകൂടുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം. അന്ന് കോടതിയിൽ പ്രതി നടത്തിയത് കടുത്ത കോടതി അലക്ഷ്യമായിരുന്നിട്ടും ജഡ്ജിമാർ ആ സമയത്ത് തികഞ്ഞ സംയമനം പാലിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ജുഡീഷ്യറിയെ അപമാനിച്ച ഈ പാറ്റകളെ വെറുതെ വിടാൻ ഭരണകൂടം തയ്യാറല്ലായിരുന്നു. സുപ്രീം കോടതിയിലെ സുരക്ഷാ ജീവനക്കാർ നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് ഒട്ടും സമയം കളയാതെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ആക്ടിവിസത്തിന്റെ ലേബൽ ഒട്ടിച്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ നടന്ന ഇവന്മാരുടെ എല്ലാ തന്ത്രങ്ങളും പൊളിച്ചുകൊണ്ടാണ് ഡൽഹി പോലീസ് ലക്നൌവിലെത്തി ഇവരെ തൂക്കി അകത്തിട്ടത്. നിയമം പഠിക്കുന്നവർ തന്നെ കോടതിയിൽ വന്ന് ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണെന്ന തിരിച്ചറിവിലാണ് ഈ കർശന നടപടി. ചുരുക്കത്തിൽ ജുഡീഷ്യറിയെയും ചീഫ് ജസ്റ്റിസിനെയും വരെ ഭീഷണിപ്പെടുത്തി സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാമെന്ന് മോഹിക്കുന്ന ആ അരാജകത്വ രാഷ്ട്രീയ ശൈലിക്ക് ഏറ്റിരിക്കുന്ന കനത്ത പ്രഹരമാണ് ഈ അറസ്റ്റ്. തങ്ങൾ നിയമത്തിന് മുകളിലാണെന്ന് ചിന്തിക്കുന്ന ഇത്തരം വിനാശകാരികളായിട്ടുള്ള കീടങ്ങളെ തുടച്ചു നീക്കാൻ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നാട്ടിലുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണത്. കോടതി മുറികളെ രാഷ്ട്രീയ അട്ടിമറികൾക്കുള്ള വേദിയാക്കാൻ നോക്കുന്ന പാറ്റകൾക്ക് നേരെ ഇനിയും ശക്തമായിട്ടുള്ള ഈ പെസ്റ്റ് കൺട്രോൾ നടപടികൾ തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജസ്റ്റിസ് മലയാളം.